നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ചോറിങ്ങും കൂറങ്ങുമാകുന്നത് ശരിയാണോ? പെറ്റമ്മ ഒറ്റ കൊടുക്കുന്നതും ശരിയായ രീതിയാണോ? ആണെന്ന് ആരെങ്കിലും പറയുമോ? പറഞ്ഞു വരുന്നത് ഇന്ത്യയെ ഒറ്റിയവരെ ഒരിക്കലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന്. പാക്കിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തി പെട്ട യൂട്യൂബർ ജ്യോതി മൽഹോത്ര മാത്രമല്ല, ഒരു CRPF ജവാൻ കൂടിയുണ്ട്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ മോത്തിറാം ജാട്ടയാണ് ചാരപ്പണി നടത്തിയെന്നാരോപിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. സ്ഥലം മാറ്റത്തിന് മുൻപ് പഹൽഗാം CRPFന്റെ 116ാം ബറ്റാലിയനായിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത്. 2023 മുതൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് മോത്തിറാം ജാട്ട് വിവരങ്ങൾ കൈമാറി തുടങ്ങിയത്. ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ ലഭ്യമായത്. ഇന്ത്യൻ സുരക്ഷാ സേനയുടെ പ്രവർത്തന രീതിയുടെ വിശദാംശങ്ങൾ, സൈനികരുടെ നീക്കങ്ങൾ, പ്രധാന സൈനിക സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ എന്നിവ കൈമാറിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിന് പിന്നാലെ ഇയാളെ സൈന്യത്തിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഉദ്യോഗസ്ഥർ മോത്തിറാം ജാട്ടിനെ ചോദ്യം ചെയ്ത് വരികയാണ്. പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജൂൺ 6 വരെ NI കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ചാരവൃത്തി ആരോപിച്ച് 13 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അറസ്റ്റുകൾ നടന്നിരുന്നത്. ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. ട്രാവൽ വിത്ത് ജോയ് എന്ന 3.85 ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ജ്യോതി മൽഹോത്ര. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം നടക്കുന്നതിനിടെ ഇവർ പാകിസ്ഥാൻ ഏജന്റുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ട്. എന്നാൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ഗസാല, യമീൻ മുഹമ്മദ് എന്നിവരാണ് പഞ്ചാബിൽ നിന്നും പിടിയിലായത്. പാകിസ്ഥാൻ ഏജന്റുമാർ പണത്തിന് പകരമായി വിവരങ്ങൾ പങ്കുവച്ചതിനായാണ് പഞ്ചാബിലെ മലേർകോട്ടിൽ നിന്നുള്ള 32 വയസ്സുള്ള വിധവയായ ഗസാലയും യമീൻ മുഹമ്മദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ മുൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ജീവനക്കാരനായ ഡാനിഷുമായി സാമ്പത്തിക ഇടപാടുകളും വിസ സംബന്ധമായ പ്രവർത്തനങ്ങളും സഹകരിച്ച് പ്രവർത്തിച്ചു എന്നായിരുന്നു ആരോപണം. ഡാനിഷ് അവരെ പതിവായി കണ്ടുമുട്ടാറുണ്ടെന്നും അറസ്റ്റിനു ശേഷം വെളിപ്പെട്ടു. പാകിസ്ഥാൻ വിസ ലഭിക്കാൻ ഇരുവരും ഡാനിഷിനെ സമീപിച്ചിരുന്നു. ഇതിനു പുറമെ ഇവർ ഡാനിഷ് വഴി മൊബൈൽ ഫോണുകളിലേക്കും ഓൺലൈനായി പണം ട്രാൻസ്ഫർ ചെയ്തു. ചാരവൃത്തി ശൃംഖലയിലേക്ക് പണം എത്തിക്കുക എന്നതായിരുന്നു ഇവരുടെ ചുമതല. പഞ്ചാബിലെ പട്യാലയിലെ ഹൽസ കോളേജിൽ 25-കാരനായ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ ദേവേന്ദ്ര സിംഗ് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണം നടത്തിയെന്ന് ആരോപിച്ച് ഹരിയാനയിലെ കൈത്താളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പട്യാല സൈനിക കണ്ടോൺമെന്റിലെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ ISI ഏജന്റുമാർക്കായി ഇയാൾ പങ്കുവച്ചതായും കണ്ടെത്തിയിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് ദേവേന്ദ്ര സിംഗ് പിസ്റ്റലുകളുടെയും തോക്കുകളുടെയും ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ ദേവേന്ദ്ര സിംഗ് പാകിസ്ഥാൻ സന്ദർശിച്ചതായും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. നൂഹിൽ നിന്നുള്ള 26 വയസ്സുള്ള അമർ മാനാണ് ഹരിയാനയിൽ നിന്നും ചാരവൃത്തിക്ക് അറസ്റ്റിലായ മറ്റൊരാൾ. ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചും മറ്റ് സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ പാകിസ്ഥാനുമായി പങ്കുവച്ചു എന്നാരോപിച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പാകിസ്ഥാൻ നമ്പറുകളിലേക്ക് അയച്ച സംഭാഷണങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ ഇയാളുടെ ഫോണിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ വാട്സപ്പ് വഴി അർമാൻ പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നതായും പോലീസ് പറയുന്നു. ചാരവൃത്തി ആരോപിച്ച് നൂഹിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട 2ാമത്തെ വ്യക്തിയാണ് തരീഫ്. പാകിസ്ഥാൻ എംബസിയിലെ 2 ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും അവർ തനിക്ക് സിം കാർഡുകൾ നൽകിയിരുന്നുവെന്നും തരീഫ് ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു. തരീഫ് ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. എംബസി ഉദ്യോഗസ്ഥർ തരീഫിനോട് സിർസയിലേക്ക് പോയി വിമാനത്താവളത്തിന്റെ ഫോട്ടോകൾ അയക്കാൻ നിർദ്ദേശിച്ചതായും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയെ ചോർത്തിക്കൊടുത്ത് ഇവരെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നയവും.